കേരളത്തിൽ ഗുണ്ടകളും ക്രിമിനൽ സംഘങ്ങളും അഴിഞ്ഞാടുന്ന കാഴ്ച. ഈ നാടിൻ്റെ ക്രമസമാധാന നില തകർന്ന അവസ്ഥ. സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല, പോലീസിന് പോലും അവർ ഭീഷണിയാകുന്നു. തൃശ്ശൂരിൽ പോലീസ് ജീപ്പിന് മുകളിൽ കയറിയാണ് ലഹരി സംഘം നൃത്തം ചെയ്തത്. തിരുവനന്തപുരത്ത് ഗുണ്ടാ നേതാവിൻ്റെ പിറന്നാൾ ആഘോഷത്തിനിടെ SI ഉൾപ്പെടുന്ന സംഘത്തെ ആക്രമിച്ച സംഭവം. കൊച്ചിയിൽ ഹോട്ടലിൽ കയറി വടിവാൾ വീശി കൊലവിളി. നാട്ടിൽ ഭീതി പരത്തുകയാണ് ക്രിമിനൽ സംഘങ്ങൾ. ഇതോടൊപ്പം കൊച്ചി കളമശ്ശേരിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിലായതും, ഗുരുവായൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നമ്മുടെ നാട്ടിലെ വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ ജീവിതം എത്രമാത്രം സുരക്ഷിതമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റപ്പെടലിൽ പലരും ചിലപ്പോൾ പല സൗഹൃദങ്ങളും തേടിപ്പോകാം. എന്നാൽ ഈ സൗഹൃദങ്ങളെ എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയും? കൊച്ചി കളമശ്ശേരിയിൽ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന വീട്ടമ്മയെ തലക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത് സുഹൃത്തായ ഇൻഫോ പാർക്ക് ജീവനക്കാരനാണ്. പെരുമ്പാവൂർ സ്വദേശിനി JC എബ്രഹാമിനെ സുഹൃത്ത് ഗിരീഷ് ബാബുവാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇവരുടെ രണ്ടുപേരുടെയും സുഹൃത്തായ ഖദീജയുമായി ചേർന്നായിരുന്നു ആസൂത്രിതമായ കൊലപാതകം. കേസിൽ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം നടന്ന ദിവസം പ്രതി ഗിരീഷ് ബാബു അപ്പാർട്ട്മെൻറ്റിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. ഹെൽമറ്റ് ധരിച്ച് അപ്പാർട്ട്മെന്റിലെത്തിയ യുവാവിനെ കേന്ദ്രീകരിച്ചും കൊല്ലപ്പെട്ട JCയുടെ ഫോൺ കോളുകൾ ശേഖരിച്ചും പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത്. JC എബ്രഹാമിന്റെ പരിചയക്കാരനും സുഹൃത്തുമായ ഗിരീഷ് ബാബു മദ്യലഹരിയിലാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. JCക്കൊപ്പം മദ്യപിച്ച പ്രതി ജിമ്മിൽ ഉപയോഗിക്കുന്ന ഡമ്പൽ കൊണ്ട് തലക്കടിച്ചു. മരണം ഉറപ്പിച്ച ശേഷം മൃതദേഹം ശുചിമുറിയിൽ ഉപേക്ഷിച്ച് പ്രതി അപ്പാർട്ട്മെന്റിൽ നിന്നും കടന്നു കളയുകയായിരുന്നു. ഗിരീഷ് ബാബു സംഭവം നടക്കുന്ന ദിവസം വീട്ടിലേക്ക് വരുന്നതും തിരികെ പോകുന്നതുമായ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. ഹെൽമറ്റ് ധരിച്ച് ഫ്ളാറ്റിലേക്ക് കയറിപ്പോയ പ്രതി കൊലപാതകത്തിന് ശേഷം മറ്റൊരു ഷർട്ട് ധരിച്ചാണ് പുറത്തിറങ്ങുന്നത്. JCയുടെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ട ഖദീജക്കൊപ്പം ചേർന്നാണ് ഗിരീഷ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതികളായ ഗിരീഷും ഖദീജയും കുറ്റം സമ്മതിച്ചു. പണത്തിനു വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നും മൊഴിയിലുണ്ട്. ഇദ്ദേഹം ആ സ്ഥലത്ത് നേരത്തെ തന്നെ വന്ന് പരിശോധിക്കുകയും അതിനുശേഷം രാവിലെ ഏകദേശം 10 അവിടെ 17-ാം തീയതി 10 അവിടെ എത്തുകയും 12:30 മണിക്ക് ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ സംഭവം നടത്തിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആട്ടോയിൽ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പൈസക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ സജീവമായിരുന്ന കൊല്ലപ്പെട്ട JC എബ്രഹാം ഇൻഫോ പാർക്കിലെ ജീവനക്കാരനായ ഗിരീഷിനെയും ബേക്കറി ജീവനക്കാരെ ഖദീജയും തമ്മിൽ പരിചയപ്പെടുത്തിയിരുന്നു. ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ പല വീടുകളിലെയും പ്രശ്നങ്ങൾക്ക് കാരണം അമിത മദ്യപാനമാണ്. ഇത് ആക്രമണത്തിലും കൊലപാതകത്തിലുമൊക്കെ കലാശിക്കാറുണ്ട്. തൃശ്ശൂർ ഗുരുവായൂരിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നായിരുന്നു. മകൻ്റെ ആക്രമണത്തിൽ ഗുരുവായൂർ സ്വദേശി ഉണ്ണികൃഷ്ണന് ഗുരുതര പരുക്കേറ്റു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട മകൻ സുഭാഷിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇരുവരും തമ്മിൽ നടന്ന തർക്കത്തെ തുടർന്നുണ്ടായ പ്രകോപനത്തിൽ മകൻ അച്ഛനെ വെട്ടുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ.
ഗുരുവായൂർ നെന്മിനി പുതുക്കോട് വീട്ടിൽ 60-കാരനായ ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ വെച്ചാണ് സംഭവം. വാക്കുതർക്കത്തെ തുടർന്ന് മകൻ സുഭാഷാണ് ഉണ്ണികൃഷ്ണനെ വെട്ടിപ്പരുക്കേൽപ്പിച്ചത്. തലയ്ക്ക് പിന്നിൽ വെട്ടേറ്റ ഇയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിനു ശേഷം സുഭാഷ് രക്ഷപ്പെട്ടു. കേസെടുത്ത് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 ഗുരുവായൂർ. കൊച്ചി പഴയ കൊച്ചി തന്നെയാണ്. ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന നഗരം. വടിവാളും തൂക്കുമായി നിരവധി ക്രിമിനൽ സംഘങ്ങൾ ഇവിടെ വിലസുന്നുണ്ട്. കഴിഞ്ഞ രാത്രി കടവന്ത്രയിലെ ഒരു ഹോട്ടലിൽ വടിവാളുമായി എത്തിയ ഗുണ്ടാ സംഘങ്ങൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കഴിച്ച ഭക്ഷണത്തിൻ്റെ പണം ആവശ്യപ്പെട്ടപ്പോഴാണ് വടിവാൾ വീശി ഹോട്ടലുടമയെ ഭീഷണിപ്പെടുത്തിയത്. കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ദേവനെയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ കഞ്ചാവ് ലഹരിയിലാണ് പരാക്രമം നടത്തിയതെന്നാണ് വിവരം. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് കാപ്പ കേസ് പ്രതി ദേവനും സുഹൃത്തും കടവന്ത്ര ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയത്. ഇരുവരും ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചു. ഗാന്ധിനഗറിൽ താമസിക്കുന്ന ഇവർ ഈ ഹോട്ടലിൽ നിന്നാണ് പലപ്പോഴും ഭക്ഷണം കഴിക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിച്ച ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഹോട്ടൽ ഉടമ പണം ചോദിച്ചതോടെ ദേവൻ പ്രകോപിതനായി. ഉടൻ കൈവശമുണ്ടായിരുന്ന വടിവാൾ ഊരുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പ്രതി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സംശയം തോന്നിയതിനാൽ വളരെ സംയമനത്തോടെയായിരുന്നു കടയുടമയുടെ സമീപനം. ഞായറാഴ്ചയായതിനാൽ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്ന സമയത്തായിരുന്നു വടിവാൾ വീശലും അസഭ്യവും ഭീഷണിയും. സംഭവത്തെ തുടർന്ന് 1.5 മണിക്കൂറോളം കടയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടതായും കടയുടമ പറയുന്നു. പ്രതി സ്ഥലത്ത് നിന്ന് പോയി 10 മിനിറ്റിനകം കടവന്ത്ര പോലീസ് അവിടെ എത്തി. തുടർന്നാണ് ദേവനെയും സുഹൃത്തിനെയും പിടികൂടിയത്. ഇയാൾ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയെന്ന് പോലീസ് പറയുന്നു. ഗുണ്ടാ ലഹരി സംഘങ്ങൾക്കിപ്പോൾ പോലീസിനെ പോലും പേടിയില്ല. വന്ന് പോലീസിന്റെ ജീപ്പിന്റെ മുകളിൽ കയറി നൃത്തം വയ്ക്കുന്ന സംഭവം വരെ ഉണ്ടായിരിക്കുന്നു. തൃശൂർ ആമ്പക്കാട് പള്ളിപ്പെരുന്നാളിനിടെയാണ് യുവാവ് പോലീസ് ജീപ്പിന് മുകളിൽ കയറി നൃത്തം ചെയ്തത്. തടയാനെത്തിയ പോലീസിനെ യുവാക്കൾ ആക്രമിക്കുകയും ചെയ്തു. സംഘർഷത്തിനിടെ SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആബിദിന്റെ നേതൃത്വത്തിലായിരുന്നു ആളുകൾ നോക്കി നിൽക്കെ പരാക്രമം. കേസിൽ ആബിദ് ഉൾപ്പെടെ 4 പ്രതികൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. യുവാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തൃശൂർ ആമ്പക്കാട് പള്ളിപ്പെരുന്നാളിനിടെ ശനിയാഴ്ച രാത്രി 10:15 സംഭവം. പള്ളിപ്പെരുന്നാളിന്റെ അമ്പപ്രദക്ഷിണം കടന്നു പോകുമ്പോൾ ബാൻസെറ്റിനൊപ്പം യുവാക്കൾ നൃത്തം ചെയ്തു. ഇതിനിടെ 2 സംഘങ്ങൾ തമ്മിൽ അടിപിടിയായി. സ്ഥലത്തുണ്ടായിരുന്ന പേരാമംഗലം പോലീസ് ഇത് തടയാൻ ശ്രമിച്ചു. അപ്പോൾ പോലീസിനെ ആക്രമിച്ചു. SI ഫയാസ്, പോലീസ് ഉദ്യോഗസ്ഥരായ ഗോകുൽ, സോളമൻ എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം. SIയുടെ വിരലൊടിഞ്ഞു. PG ഗോകുൽ, വെയിൽ സോളമൻ, മനീഷ് എന്നിവർക്കും പരിക്കേറ്റു. ഇതിനിടെ തൃശൂർ പുഴയ്ക്കൽ സ്വദേശിയായ അഭിത് പരമേശ്വരൻ പോലീസ് ജീപ്പിന് മുകളിൽ കയറി.
കൈയുയർത്തി ചുവടുവെച്ചു. പിന്നാലെ ജീപ്പിന് മുകളിൽ നിന്ന് വെല്ലുവിളിയും. പ്രതികൾ കഞ്ചാവിന്റെ ലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതെല്ലാം യുവാക്കൾ മൊബൈൽ ഫോണിൽ പകർത്തി റീൽസാക്കി. അതിനിടെ എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ മനീഷ് ജീപ്പിന് മുകളിൽ കയറി അബിത്തിനെ തള്ളി താഴെയിട്ടു. പോലീസുകാരെ ആക്രമിച്ച സംഘത്തിൽ അബിത്തിന്റെ സഹോദരൻ അജിത്, സുഹൃത്തുക്കളായ ചിറ്റാട്ടുകര സ്വദേശി ധരൻ, കുന്നത്തങ്ങാടി സ്വദേശി എഡ്വിൻ എന്നിവരും ഉണ്ടായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. പള്ളിപ്പെരുന്നാളിനിടെ സംഘർഷമുണ്ടാക്കിയതിന് 15 പേർക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട്. ന്യൂസ് 18 തൃശൂർ. ഗുണ്ടകളുടെ ഒത്തുചേരലും പിറന്നാൾ ആഘോഷവും കേരളത്തിൽ ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഇവിടുത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരും. തിരുവനന്തപുരം നെടുമങ്ങാട് പരസ്യമായി ഗുണ്ടകൾ പിറന്നാൾ ആഘോഷിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇതറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. പിന്നീടുണ്ടായത് കൂട്ട ആക്രമണമാണ്. പോലീസ് വാഹനവും തകർത്തു. നിരവധി പോലീസുകാർക്ക് ഗുണ്ട ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കേസിൽ കുപ്രസിദ്ധ ഗുണ്ട സ്റ്റംബർ അനീഷ് ഉൾപ്പെടെ 12 പേരെ അറസ്റ്റ് ചെയ്തു. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ സ്റ്റംബർ അനീഷ് തലസ്ഥാനത്തെ ഗുണ്ടകളെ ക്ഷണിച്ച് ജന്മദിനാഘോഷം ആഘോഷമാക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചതോടെ പോലീസ് ഇടപെട്ട് തടഞ്ഞു. തുടർന്ന് രാത്രി 10:30 നേർക്ക് നേരേറ്റുമുട്ടൽ. ഗുണ്ടാ സംഘം പോലീസുകാരെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. നെടുമങ്ങാട് SHO രാജേഷ് കുമാർ അടക്കമുള്ള പോലീസുകാർക്ക് മർദ്ദനമേറ്റു. ഏറെ നേരത്തെ സംഘർഷത്തിനൊടുവിൽ സ്റ്റംബർ രാജേഷ് ഉൾപ്പെടെ സംഘത്തെ പോലീസ് കീഴ്പ്പെടുത്തി. കേസിൽ ഇതുവരെ 12 പേരെ അറസ്റ്റ് ചെയ്തു. കൊലപാതക ശ്രമം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസ് വാഹനം തകർക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ്. കേസിൽ സ്ത്രീകളടക്കമുള്ള കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മർദ്ദനത്തിൽ പരിക്കേറ്റ പോലീസുകാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് 18 തിരുവനന്തപുരം. വീട്ടിൽ CCTVയും കഥകുകൾക്ക് നല്ല പൂട്ടുമൊക്കെ ഉണ്ടെങ്കിൽ കള്ളൻ കയറില്ലെന്നാണ് നമ്മളിൽ പലരും കരുതാറുള്ളത്. ഇക്കാലത്ത് വീട്ടിൽ പണവും സ്വർണവും സൂക്ഷിക്കരുതെന്ന് പോലീസ് എത്രയോ തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ മലയാളികൾ ഈ ഉപദേശമൊന്നും മുഖവിലയ്ക്കെടുക്കാറില്ല. ഒടുവിൽ വീട്ടിൽ വലിയ കവർച്ച സംഭവിക്കുമ്പോഴാണ് തിരിച്ചറിവുണ്ടാകുന്നത്. കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട് കുത്തി തുറന്ന് 1 കോടി രൂപയും 300 പവൻ സ്വർണവും കവർന്ന കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കുടുംബം മധുരയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴായിരുന്നു നാടിനെ നടുക്കിയ കവർച്ച. സംഭവത്തിന് ശേഷം മോഷ്ടാക്കൾ ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടെന്ന സംശയത്തിലാണ് പോലീസ്. വളപട്ടണം മന്നയിൽ അരിമൊത്ത വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിലാണ് വൻ കവർച്ച. 300 പവൻ സ്വർണവും 1 കോടിയിലേറെ രൂപയുമാണ് നഷ്ടമായത്. അഷ്റഫും കുടുംബവും മധുരയിൽ ബന്ധുവിന്റെ വിവാഹ സൽക്കാരത്തിന് പോയ സമയത്തായിരുന്നു കവർച്ച. ഈ മാസം 19-നാണ് ഇവർ വീട് പൂട്ടി മധുരയിലേക്ക് പോയത്. ചൊവ്വാഴ്ചയാണ് മോഷണം നടന്നതെന്നാണ് സംശയം. കിടപ്പുമുറിയിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് നഷ്ടമായത്. വീട് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ ലോക്കറിൽ തുറന്നിട്ടാണ്. എന്നാലും തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച്
അതെ. അവർ ചൊവ്വാഴ്ച രാവിലെ ഒരു 7:30 ഇത് കാണും. അതെ, മോശം സ്വർണവും പൈസയാണ് പോയിട്ടുള്ളത്. അടുക്കള ഭാഗത്തെ ജനലിന്റെ ഗ്രില്ല് തകർത്താണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കടന്നത്. കവർച്ചാ സംഘത്തിൽ 3 പേരുണ്ടെന്നാണ് വിവരം. ഇതിൽ മുഖം മൂടി ധരിച്ച നിലയിൽ 2 പേരുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡ് മണം പിടിച്ച് റെയിൽവേ പാളത്തിലൂടെ റെയിൽവേ സ്റ്റേഷൻ പരിസരം വരെ എത്തി. മോഷ്ടാക്കൾ ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടതാകാമെന്നാണ് സംശയം. കവർച്ചാ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് റൂറൽ SP P അനൂജ് പലിവാൾ പറഞ്ഞു. ഇതുവരെ പരിശോധന നടക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോൾ ബാക്കി നടപടിയെടുക്കുക. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ടീം നോക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ബാക്കി നടപടിയെടുക്കുക. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെയും സമീപ വീടുകളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. ന്യൂസ് 18 കണ്ണൂർ. 2 വർഷത്തോളം നീണ്ട ആസൂത്രണം, പരസ്പരം നേരിൽ പോലും കണ്ടിട്ടില്ലാത്ത കവർച്ചാ സംഘങ്ങൾ, എല്ലാം നിയന്ത്രിച്ചത് ഫോണിലൂടെ. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 3 കിലോ സ്വർണം കവർന്ന കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കേസിൽ 9 പേർ കൂടി പോലീസിന്റെ പിടിയിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 13ആയി. ഇനിയും കൂടുതൽ പേർ കുടുങ്ങുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതികളിൽ നിന്ന് 2.25 കിലോ സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. കണ്ണൂർ സ്വദേശികളായ വിപിൻ, അനന്തു, താമരശ്ശേരി സ്വദേശികളായ ഷിഹാബുദ്ദീൻ, അനസ്, തൃശൂർ സ്വദേശികളായ സലീഷ്, മിഥുൻ, അർജുൻ, സതീഷ്, ലിസൺ എന്നിവരാണ് ഏറ്റവും ഒടുവിൽ പോലീസിന്റെ പിടിയിലായത്. കേസിലെ പ്രതികളായ കൂത്തുപറമ്പ് സ്വദേശി നിഖിൽ രാജ്, പ്രവീൺ ലാൽ, തൃശൂർ വരന്തരിപ്പുഴ സ്വദേശി സജിത് കുമാർ, എളവള്ളി സ്വദേശി നിഖിൽ എന്നിവരെ നേരത്തെ തൃശൂർ പോലീസ് പിടികൂടിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നതിങ്ങനെ: താമരശ്ശേരി സ്വദേശികളായ ഷിഹാബുദ്ദീനും അനസും 2 വർഷം മുൻപ് പെരിന്തൽമണ്ണയിലെത്തിയപ്പോൾ ജ്വല്ലറി ഉടമകളായ യൂസഫും ഷാനവാസും സ്വർണം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് ഷിഹാബുദ്ദീനും അനസും മറ്റൊരു കേസിൽ ജയിലിൽ പോവുകയും അവിടെ വെച്ച് വിപിനുമായി പരിചയപ്പെടുകയും ചെയ്തു. വിപിന്റെ സുഹൃത്ത് അനന്തുവാണ് കവർച്ചാ സംഘങ്ങളെ സജ്ജമാക്കിയത്. കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ടവർക്ക് പരസ്പരം പരിചയം പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജോലി ചെയ്യുകയായിരുന്നു. ഈ മാസം 8-ന് ഇവർ സ്വർണം തട്ടിയെടുക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്തെങ്കിലും അത് നടന്നില്ല. തുടർന്ന് തൃശൂരിലെ സംഘത്തിന്റെ സഹായത്തോടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച സ്വർണം തട്ടിയെടുത്തത്. ഈ കുറ്റകൃത്യം കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി തന്നെ ചെയ്തിരുന്നതാണ്. ഏകദേശം ഒരു 1.5-2 വർഷം മുൻപ് ഒരു റെഗുലർ തെഫ്റ്റുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന 2 വ്യക്തികൾ, അവർ താമരശ്ശേരിക്കാരായിട്ടുള്ള 2 പേര്, അന്നേ ദിവസം ഇതിൻ്റെ ഇൻഫോർമൻസ് എല്ലാവരും റെഡി ആയിരുന്നെങ്കിലും ദൗർഭാഗ്യവശാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗ്യവശാൽ അന്നേ ദിവസം നടന്നില്ല. അന്നേ ദിവസം ഈ ഓപ്പറേഷൻ നടക്കാതിരുന്നതുകൊണ്ട് പുതിയ ടീമുകളെ തൃശ്ശൂരിൽ നിന്ന് അറേഞ്ച് ചെയ്ത് പിന്നീടാണ് നമ്മളുടെ D-Dayയിൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. സ്വർണം തട്ടിയെടുത്ത് രക്ഷപ്പെട്ട സംഘത്തെ പോലീസ് തൃശൂരിൽ വെച്ച് പിടികൂടി. ഈ വാഹനത്തിൽ 9 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവരിൽ 5 പേർ സ്വർണവുമായി തൃശൂരിലേക്ക് പോകും വഴി പല ഭാഗത്തിറങ്ങി. കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി ചോദ്യം ചെയ്താണ് മറ്റുള്ളവരിലേക്ക് പോലീസ് എത്തിയത്. തട്ടിയെടുത്ത സ്വർണത്തിൽ 2.2 കിലോ സ്വർണം കണ്ടെടുത്തു. കേസിൽ ഇനി 4 പേരെ കൂടി പിടികൂടാനുണ്ട്. ഞങ്ങൾ 10-35 വർഷമായിട്ടുള്ളൊരു കച്ചവടമല്ലേ. ഞങ്ങൾ ഈ കാലം വരെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ഈ ടൗണിൽ തന്നെയാണ് നമ്മളെ വീട്. 1 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ.
അപ്പോൾ നമ്മളങ്ങനെ കെയർ ചെയ്തില്ല, ശ്രദ്ധിക്കും. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ മറ്റുള്ള കച്ചവടക്കാർക്കും ഒരു പാടാണല്ലോ. അപ്പോൾ അവരും ഇത് ശ്രദ്ധിക്കും. ഇവരുടെ പോലീസുകാരെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിൽ മറ്റുള്ള കച്ചവടക്കാർക്ക് പോലും ഒരു ആശ്വാസമാണിത്, ഇവരുടെ ഈ സ്പീഡായി റിക്കവറിങ് കാര്യങ്ങളൊക്കെ. ന്യൂസ് 18 മലപ്പുറം. ഒരു പവൻ സ്വർണത്തിനിപ്പോൾ 57,600 രൂപയാണ് വില. അതായത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ കഴുത്തിലും കാതിലുമായി അണിഞ്ഞു നടക്കുന്നത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ്. അതിനാൽ തന്നെ കാൽനട യാത്രക്കാർ സൂക്ഷിക്കണം. നിങ്ങളെ ലക്ഷ്യമിട്ട് ബൈക്കിൽ കറങ്ങി നടന്ന് സ്വർണം പൊട്ടിക്കുന്ന സംഘങ്ങൾ പലയിടത്തും പതിയിരിക്കുന്നുണ്ടാകും. കൊല്ലം കൊട്ടാരക്കര എഴുകോണിൽ സ്കൂട്ടറിലെത്തി വഴിയാത്രക്കാരിയായ യുവതിയുടെ സ്വർണ്ണമാല കവർന്നൊരു സംഭവമുണ്ടായി. കേസിൽ പ്രതി നിലമേൽ സ്വദേശി സുരേഷിനെ എഴുകോൺ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് സുരേഷ് എന്ന് പോലീസ് പറയുന്നു. ഇയാളുടെ കൂട്ടാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കൊല്ലം കുഴിമതിക്കാടാണ് ജിതലക്ഷ്മി എന്ന യുവതിയുടെ 2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല സുരേഷും കൂട്ടാളിയും ചേർന്ന് കവർന്നത്. സ്കൂട്ടറിലെത്തി യുവതിയുടെ മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. 2 പേർ വാഹനത്തിൽ പിന്നിലൂടെ എത്തി താലിമാല പൊട്ടിച്ചെടുക്കുകയായിരുന്നെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. സംഭവം ഞാൻ ഹെൽത്തിൽ പോയിട്ട് വരുന്ന വഴിക്കായിരുന്നു. പോയിട്ട് ബസ് ഇറങ്ങി നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കണക്ക് നടന്നു പോകുമായിരുന്നു. കണക്ക് പുറകിൽ നിന്ന് വന്നിട്ട് ബാക്കിയിരുന്ന ആളിങ്ങനെ മാല നന്നായിട്ട് വലിച്ച് പൊട്ടിച്ച്, പിന്നെ മാല ചെറുതായിട്ട് പൊട്ടിയിരുന്നതാണ്. അത് കാരണം പിടിച്ച സമയത്ത് നന്നായിട്ട് പെട്ടെന്ന് പൊട്ടിച്ച് പോകാൻ പറ്റും. ജിതലക്ഷ്മി പോലീസ് കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചതോടെയാണ് എഴുകോൺ പോലീസ് സ്ഥലത്തെത്തിയത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ മുഖ്യപ്രതി നിലമേൽ സ്വദേശി സുരേഷിനെ പിടികൂടി. കിഴക്കേക്കല്ലടയിലെ വാടക വീട്ടിൽ നിന്നാണ് സുരേഷിനെ പിടികൂടിയത്. തിരുവനന്തപുരം, തുമ്പ, വഞ്ചിയൂർ സ്റ്റേഷനുകളിൽ ആംസ് ആക്ട് ഉൾപ്പെടെ ചുമത്തിയിട്ടുള്ള 4 കേസുകളിൽ പ്രതിയാണ് സുരേഷ് എന്ന് പോലീസ് പറഞ്ഞു. ഇയാളുടെ കൂട്ടാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. സ്വർണം കൈവശമുള്ളവർക്ക് വില കൂടുന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാൽ അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ. അല്പം ആശങ്കപ്പെടുത്തുന്നൊരു വാർത്തയാണ് കൊല്ലം കുന്നിക്കോട് നിന്ന് കേട്ടത്. കുന്നിക്കോട് വയോധികയുടെ കാതറുത്ത് മോഷ്ടാവ് സ്വർണം കവർന്നു. കുന്നിക്കോട് സ്വദേശിനി 75 വയസ്സുള്ള ഹൈമാവതിയെയാണ് ആക്രമിച്ച് സ്വർണം കവർന്നത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ വീട്ടിൽ കയറി മർദ്ദിച്ച് അവശയാക്കിയ ശേഷം കാതിലും കഴുത്തിലും ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് സംഭവം. 85-കാരിയായ ഹൈമവതി വീട്ടിൽ തനിച്ചാണ് താമസിക്കുന്നത്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് മോഷണമെന്ന് കരുതുന്നു. വീടിന്റെ അടുക്കളയുടെ മേൽക്കൂരയിലുള്ള ആസ്ബറ്റോസ് ഷീറ്റ് ഇളക്കി മാറ്റിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ഉറക്കത്തിലായിരുന്ന ഹൈമവതിയുടെ അടുത്തെത്തി വായും മൂക്കും കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തി. തുടർന്ന് ഇവരുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുക്കുകയും കാതിലുള്ള കമ്മൽ വലിച്ചു പറിച്ചെടുക്കുകയും ചെയ്തു. ഇതിനിടെയാണ് വയോധികയുടെ ഇടത് കാതിന് മുറിവ് പറ്റിയത്. എൻ്റെ ഈ വേറൊന്നുമില്ല, ഒരു കൊച്ചു മാലയാ, 1.5 പവൻ്റെ കട്ടിയുള്ള ഒരെണ്ണം കഴുത്തോട്ടം കിടന്നു. അതും വലിച്ചിങ്ങനെ പറിച്ച് ഈ ചെവിന്ന് കമ്മലും, അത് വേറെ ഒന്നും എടുത്തതും ചോദിച്ചതും പറഞ്ഞതും ഒന്നുമില്ല, മിണ്ടിയതുമില്ല. അല്ല അവൻ അന്നേരം വാക്കാൻ തുടങ്ങിയപ്പോൾ മിണ്ടരുതെന്ന് പറഞ്ഞു. മലയാളിയാവൻ. 12 മണിയായി. ഞാൻ മാറ്റി നോക്കി.
ഹൈമവതിയുടെ സ്മാർട്ട് ഫോണും അപഹരിച്ചാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത്. ഹൈമവതി മറ്റൊരു ഫോണിൽ നിന്ന് മക്കളെ വിളിച്ച് കാര്യം പറഞ്ഞതിനെ തുടർന്ന് അവരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. നിലവിളി കേട്ട് ഓടിക്കൂടിയ അയൽക്കാരും ബന്ധുക്കളും ചേർന്ന് ഹൈമവതിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാതിന് 4 തുന്നലുകളുണ്ട്. കുന്നിക്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പുനലൂർ. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ആത്മഹത്യയിൽ പ്രതികൾ അറസ്റ്റിലായെങ്കിലും കേസിൽ ദുരൂഹത ഒഴിഞ്ഞിട്ടില്ല. മരണം കൊലപാതകമാണെന്ന് കുടുംബത്തിന്റെ പരാതി ഗൗരവത്തോടെ കാണേണ്ടതാണ്. കേസിലെ ദുരൂഹത നീക്കാൻ പോലീസ് പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. ബുധനാഴ്ച വരെയാണ് പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. അമ്മുവിന്റെ സഹപാഠികളായ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന പോലീസിന്റെ ആവശ്യം പരിഗണിച്ചാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുണ്ട്. ചോദ്യം ചെയ്യലുകൾ ആവശ്യമായി വരും. ഇതിന് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നായിരുന്നു പോലീസ് കോടതിയെ അറിയിച്ചത്. പോലീസിന്റെ ആവശ്യം പരിഗണിച്ച കോടതി അമ്മുവിന്റെ സഹപാഠികളും പ്രതികളുമായ അലീന, അക്ഷിത, അഞ്ജന എന്നിവരെ ബുധനാഴ്ച രാവിലെ 11 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. പ്രതികളുടെ മൊബൈൽ ഫോണുകളിലടക്കം തെളിവുകൾ അവശേഷിക്കുന്നുണ്ടെന്നും ഒരാളുടെ ലോഗ് ബുക്ക് കാണാതായതിൽ ദുരൂഹതയുണ്ടെന്നുമാണ് പ്രതികളെ നേരത്തെ ഹാജരാക്കിയപ്പോൾ പോലീസ് കോടതിയെ അറിയിച്ചത്. ആവശ്യമെങ്കിൽ പ്രതികളെ സംഭവ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കൂടുതൽ പേരുടെ ഇടപെടൽ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാണ് അമ്മുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം. കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ് പ്രതികൾ റിമാൻഡിൽ കഴിഞ്ഞിരുന്നത്. പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ന്യൂസ് 18 പത്തനംതിട്ട. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികളിൽ നീതി നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട് ഇരകളായ യുവതികൾക്ക്. കഴിഞ്ഞ ദിവസം സിദ്ദിഖിന് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ നടൻ ബാബുരാജിനും ജാമ്യം. ബാബുരാജിന്റെ റിസോർട്ടിലെ മുൻ ജീവനക്കാരിയും ജൂനിയർ ആർട്ടിസ്റ്റുമായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. സിദ്ദിഖിന്റെ കേസിൽ പരാതി നൽകാൻ വൈകിയത് ചൂണ്ടിക്കാട്ടിയുള്ള സുപ്രീം കോടതി വിധി മുൻനിർത്തിയാണ് ഹൈക്കോടതി നടപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉയർന്ന ആരോപണങ്ങളിൽ ഗുരുതര സ്വഭാവമുള്ളതായിരുന്നു ബാബുരാജിനെതിരായ പരാതി. സിനിമയിലെ പീഡന കേസുകളിൽ ഇരകൾക്കിനി എവിടെ നിന്ന് നീതി കിട്ടും? ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി